കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മലയാളത്തിലെ സ്വരങ്ങളെ പറ്റിയാണ് സംസാരിച്ചത്. അതിനിടയ്ക്ക് ഒരാളൊരു സംശയം ചോദിച്ചു. ഈ സാറ് ഇങ്ങനെ നാവിൻ്റെ മുൻഭാഗം ഉയരുന്നു, പിൻഭാഗം ഉയരുന്നു, നടുഭാഗം ഉയരുന്നു എന്നൊക്കെ പറയുന്നല്ലോ. ഇത് ഇപ്പോൾ ആ ഉച്ചരിക്കുമ്പോൾ ഏത് ഭാഗമാണ് ഉയരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ സംശയം വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ അകാരം ഉച്ചരിക്കുമ്പോൾ നമുക്ക് നാവിൻ്റെ ഒരു ഭാഗവും ഉയരുന്നതായിട്ട് പെട്ടെന്ന് അനുഭവപ്പെടുകയില്ല. അപ്പോൾ നാവിൻ്റെ നടുഭാഗം ശരിക്കും ഒരല്പം ഒന്ന് ഉയരുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് അനുഭവവേദ്യമാകുന്നില്ല എന്നേ ഉള്ളൂ. അതേസമയത്ത് ഈ എന്ന് പറയുമ്പോൾ നാവിൻ്റെ മുൻഭാഗം ഉയരുന്നുണ്ട്. ഈ ഏ ഈ ഇങ്ങനെ മാറി മാറി നമ്മൾ തന്നെ ഉച്ചരിച്ച് നോക്കണം. ഇത് ഞാൻ ഉച്ചരിക്കുന്നത് നോക്കിയിട്ട് സാറ് ഭംഗിയായിട്ട് ഉച്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അവരും തന്നെ ഉച്ചരിച്ച് നോക്കിയാൽ ഇത് അനുഭവിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. പാട്ട് ഒരാൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പാടുന്നത് കേട്ട് നമ്മൾ ചുമ്മാ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാലൊന്നും പാട്ട് പഠിക്കാൻ ഒക്കില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഗായിക അല്ലെങ്കിൽ ഗായകൻ പാടുന്നത് എങ്ങനെ എന്ന് നമ്മൾ മനസ്സിലാക്കി അതുപോലെ നമ്മളും പാടിയാലേ പറ്റുള്ളൂ. ഈ ഉച്ചാരണം എന്ന് പറയുന്നത് ഏതാണ്ട് അതുപോലെയാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മളും ഉച്ചരിച്ച് നോക്കണം. ഈ ഏ ഈ ഏ ഏ ഈ ഏ ഈ ഈ ഏ ഏ ഈ ഇങ്ങനെ മാറി മാറി ഉച്ചരിച്ച് നോക്കിയാൽ ഈയുടെയും ഏയുടെയും ഈ ഉച്ചാരണം നടക്കുന്ന അവസരത്തിൽ നാവിൻ്റെ മുൻഭാഗത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. നാവിൻ്റെ മുൻഭാഗത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് അല്ലെങ്കിൽ സ്ഥാനഭേദങ്ങളാണ് നമുക്ക് എളുപ്പം മനസ്സിലാവുന്നത്. നാവിൻ്റെ പിന്നോട്ടേക്ക് പോകുന്തോറും വായുടെ പിറകിലേക്ക് പോകുന്തോറും നമുക്ക് കൂടുതൽ കൂടുതൽ അജ്ഞാതമായിട്ടുള്ള ഒരു മേഖലയിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്. നാവിൻ്റെ പിൻഭാഗം ഉയരുന്നു എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് ബോധ്യം വരില്ല. എങ്കിലും ഊ ഓ ഊ ഓ ഊ ഓ ഇങ്ങനെ നോക്കിയാൽ ഊ മുകളിലാണ്, ഓ കുറച്ച് താഴെയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആകാരമാണെങ്കിലോ ഇത് രണ്ടുമല്ല, നാവിൻ്റെ നടുഭാഗം ശരിക്ക് വായുടെ ഈ അടിത്തട്ടിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. എങ്കിലും ഒരല്പം ഒന്ന് ഉയരുന്നുണ്ട്. ഈ അല്പം ഉയരുന്നത് തന്നെ മുന്നോട്ട് മാറിയിട്ടുമാകാം, കുറച്ചൊക്കെ പിറകോട്ടേക്ക് മാറിയിട്ടും ആകാൻ സാധിക്കും. അങ്ങനെ ഉള്ള വ്യത്യാസം കൊണ്ടാണ് അകാരത്തിന് പലതരത്തിലും ഉള്ള ഈ രൂപാന്തരങ്ങൾ ഉണ്ടാവുന്നത്. എനിക്ക് വേണമെങ്കിൽ എന്ന് ഉച്ചരിക്കാൻ സാധിക്കും. ഇത് വളരെ മുൻപോട്ടേക്ക് വന്നിട്ടുള്ള അകാരമാണ്. അതേസമയത്ത് ഇത് എന്നുള്ളത് മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളതാണ്. അതേസമയത്ത് എന്നുള്ളത് പിറകോട്ടേക്ക് മാറിയിട്ടുള്ളതുമാണ്. ഇതാണ് രണ്ട് തരത്തിലെങ്കിലും ഉള്ള അകാരം മലയാളത്തിലുണ്ട് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് അനുഭവിച്ച് അറിയാൻ സാധിക്കും.
അതുകൊണ്ടാണ് നമുക്ക് അകാരത്തിന് ശേഷം യാ വരും, അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ വാ വരും എന്ന് ഉള്ള വ്യത്യാസം വരുന്നത് ഇങ്ങനെയാണ്. അത് നമുക്ക് പിന്നൊരിക്കൽ ചർച്ച ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഇനിയും ഇത് വിവരിച്ച് പറയാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കിയ ഒരു കാര്യം, സ്വരം ഉച്ചരിക്കുമ്പോൾ അതിന് 3 വസ്തുതകൾ ഉണ്ട്. അതിന് നിർണായകമായിട്ടുള്ള, സ്വരത്തിന് നിർണായകമായിട്ടുള്ള ഇന്ന സ്വരമാണ് പുറത്ത് വരേണ്ടത് എന്ന് നിർണയിക്കുന്ന 3 വസ്തുതകളുണ്ട്. ഒരു വസ്തുത നാവിൻ്റെ ഏത് ഭാഗം ആണ് ഉയരുന്നത് എന്നുള്ളത്. വേറൊരു വസ്തുത ഈ ഉയരുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടാമത്തെ കാര്യം. 3, ചുണ്ട് വിടർന്നാണോ ഇരിക്കുന്നത് അതോ ഉരുണ്ടാണോ ഇരിക്കുന്നത് എന്ന്. അപ്പോൾ ഇത് നമുക്ക് ഈ ഊ വിടർന്നതാണ്, ഈ ഉരുണ്ടതാണ് ഊ എന്ന് മനസ്സിലാക്കാൻ വിഷമം ഇല്ല. അത് വിടർന്നതാണ്, ഓ ഉരുണ്ടതാണ്. അകാരമാണെന്നുണ്ടെങ്കിൽ ഇതിന് ഈ വിടർന്നതാണോ ഉരുണ്ടതാണോ എന്നുള്ളത് അത്ര വളരെ പ്രധാനമല്ല. എങ്കിലും വേണമെങ്കിൽ കൃത്രിമമായിട്ട് അകാരം തന്നെ നമുക്ക് ഓ ചുണ്ട് വിടർത്തിയും ചുണ്ട് ഉരുട്ടിയും ഒക്കെ ഉച്ചരിക്കാൻ സാധിക്കും. ഇങ്ങനെ പലതരത്തിൽ ഈ അകാരം തന്നെ ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് സാധാരണ മലയാളം പറയുന്ന സമയത്ത് നമ്മളിതെല്ലാം ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട വേറൊരു കാര്യം. പിന്നെ ഒരാളൊരു സംശയം ചോദിച്ചു, ഉച്ചാരണ അവയവങ്ങളെന്ന് സാറ് പറഞ്ഞല്ലോ ഒന്ന്. അങ്ങനെ ഉച്ചാരണ അവയവം എന്ന് പറയുന്ന ഏതെങ്കിലും ഭാഗം ഉണ്ടോ മനുഷ്യന് എന്ന് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യവും കൂടി മറ്റൊരാൾ ഉന്നയിക്കുകയുണ്ടായി. ഇതിനുള്ള ഉത്തരം കൃത്യമാണ്. ഉച്ചാരണത്തിന് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരവയവം മനുഷ്യ ശരീരത്തിൽ ഇല്ല. നമ്മുടെ ചുണ്ടുകൾ, നാവ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മൂക്ക്, പിന്നെ ഇതിന് അകത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ട, പിന്നെ ശ്വാസകോശം, അതും കഴിഞ്ഞിട്ട് ഈ അതേപോലെ ഈ തൊണ്ടയെയും വായിനെയും ബന്ധിപ്പിക്കുന്ന ആ കുഴൽ പോലെയുള്ള ഭാഗം, അത് ശ്വാസനാളം. അപ്പോൾ ശ്വാസകോശങ്ങൾ, അതുപോലെ ശ്വാസനാളം, പിന്നെ അത് കഴിഞ്ഞിട്ട് തൊണ്ടയ്ക്ക് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ വായിലുള്ള ഈ നാവ്, പിന്നെ പല്ലുകൾ, ചുണ്ട്, പിന്നെ മൂക്ക്. ഇതെല്ലാം വേറെ വേറെ ഉദ്ദേശങ്ങളാണ് ഉള്ളത്. മനുഷ്യന് ഭക്ഷണം കഴിക്കാനും ശ്വാസോച്ഛ്വാസം നിർവഹിക്കാനും വേണ്ടിയിട്ടുള്ള അവയവങ്ങളാണിത്.